ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡലിയും ദോശയും ഗൈസ്. അന്നേരം നമ്മളിപ്പം ഇഡലി ആണെങ്കിൽ മെല്ലെ ഒഴിച്ചെല്ലാം 2 തട്ടായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അന്നേരം അത് മെല്ലെ അടച്ചു കൊടുക്കുക. അങ്ങനെ അടച്ചു വെച്ച് ഇച്ചിരി നേരം ആവി കയറി കഴിയുന്നവരെ നമുക്ക് നോക്കാം ഗൈസ്. അന്നേരത്തേക്കും നമുക്ക് മെല്ലെ ചട്ടി വെക്കാം. ചട്ടി അന്നേരം ഇപ്പം ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. എണ്ണയും ചൂടായി. അന്നേരം മെല്ലെ കടുക് ഇട്ട് കൊടുത്തു. മെല്ലെ ഇപ്പം നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചിയും മെല്ലെ ഇട്ട് കൊടുത്തിട്ട് അത് മൂക്കാനായിട്ട് നോക്കാം ഗൈസ്. അങ്ങനെ അത് മെല്ലെ മൂക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അന്നേരത്തേക്കും മിക്സിയിൽ അരച്ച് വെച്ച് നമ്മുടെ തേങ്ങ തിരുമിയതെല്ലാം അതും പിന്നെ നമ്മുടെ മുളകും എല്ലാം ചേർത്ത് അരച്ച് വെച്ച് നമ്മളെ മിക്സിയിൽ അരച്ച് വെച്ചത് അതും അടുത്ത് വെച്ച് നമ്മൾ എന്നിട്ടിപ്പം മെല്ലെ ഇളക്കി കൊടുക്കുകയാണ്. ആ മൂത്ത് വന്നതിന് ശേഷം ഇച്ചിരി കറിവേപ്പില ഇടണം ഗൈസ്. അന്നേരം അമ്മ കറിവേപ്പില എടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ മെല്ലെ മൂത്ത് വരുന്നുണ്ട് ഗൈസ്. അന്നേരം നമ്മൾ മെല്ലെ ഇച്ചിരി കറിവേപ്പില ഇടാൻ അമ്മ എടുത്തുകൊണ്ട് വന്നു. അമ്മ എന്നിട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് അമ്മ ഇപ്പോൾ ഇളക്കുകയാണ്. അതിപ്പോൾ നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട് ഗൈസ്. അന്നേരം മെല്ലെ ഇളക്കി എന്നിട്ട് ഒന്നിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് നമ്മൾ അത് നല്ലപോലെ ബ്രൗണായി വന്ന് ശേഷം മാത്രമേ അത് ഒഴിക്കാവുള്ളൂ. അങ്ങനെ മെല്ലെ നമ്മൾ മിക്സി തുറന്നു എന്നിട്ട് അത് ഒഴിക്കുകയാണ്. ഇത് ഒത്തിരി ഫ്ലെയിം ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ് അത് പെട്ടെന്ന് നശിച്ചു പോകും. അന്നേരം ലൈറ്റ് ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഡിമ്മിലോ സിമ്മിലോ ഏതെങ്കിലും ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കിയാൽ മതി ഗൈസ്. അല്ലെങ്കിൽ അത് ഒരുമാതിരി ഒരു വല്ലാതായിപ്പോകും ഗൈസ്. അന്നേരം ആ മെല്ലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് അമ്മ ആണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇച്ചിരി തോനെ കുറുകിയിരിക്കുന്നതാണ് ഗൈസ്. ഇച്ചിരി വെള്ളം പോലെ ഇരിക്കുകയാണ് ഗൈസ്. എന്നാൽ നമുക്ക് നല്ലപോലെ ഒഴിച്ച് കഴിക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും ഗൈസ്. അന്നേരം നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് ഇച്ചിരി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അന്നേരം ഈ കറി